ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കൈത്താകാലം 5-ാം ഞായർ. വ്യാജ ആരോപണങ്ങൾ എന്തുകൊണ്ട്? കൊറിന്തോസിൽ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിലെ 12-ാമത്തെ അധ്യായം 14 മുതലുള്ള വാക്യങ്ങളാണ് നമുക്കിന്ന് ധ്യാനിക്കാനുള്ളത്. ഇതാ 3-ാം പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീരുകയില്ല. എന്തെന്നാൽ നിങ്ങൾക്കുള്ളതല്ല, നിങ്ങളെ തന്നെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. മക്കൾ മാതാപിതാക്കന്മാർക്കല്ല, മാതാപിതാക്കൾ മക്കൾക്കായിട്ടല്ലേ സംഭരിക്കേണ്ടത്. ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവിടുകയും എന്നെ തന്നെ ചെലവഴിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾ അധികമായി സ്നേഹിക്കുന്തോറും നിങ്ങൾ എന്നെ അല്പമായി സ്നേഹിക്കുന്നുവോ? അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ലെങ്കിലും ഉപായം കൊണ്ട് സൂത്രത്തെ നിങ്ങൾ വശപ്പെടുത്തുകയായിരുന്നുവെന്ന് നിങ്ങൾ പറയുമായിരിക്കും. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചവരിൽ ആരെങ്കിലും ആകട്ടെ അവൻ വഴി നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തുവോ? ഞാൻ തീത്തോസിനെ പ്രേരിപ്പിച്ചു, ആ സഹോദരനെയും കൂടെ അയച്ചിരുന്നു. തീത്തോസ് നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തുവോ? ഞങ്ങൾ നടന്നത് അതേ ആത്മാവിലല്ലയോ? ഞങ്ങൾ നടന്നത് അതേ കാൽച്ചുവടുകളിൽ അല്ലയോ? ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പ്രതിവദിക്കുകയായിരുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ദൈവത്തിന് മുമ്പാകെ ക്രിസ്തുവിലാകുന്നു ഞങ്ങൾ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, സകലവും നിങ്ങളെ പണിതുയർത്താനാണ്. ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പിണക്കം, ഈർഷ്യ, ക്രോധം, ഷാഠ്യം, ഏഷണി, പരദൂഷണം, നിഗളം, കലഹം എന്നിവയായിരിക്കുമോ ഞാൻ കണ്ടെത്തുന്നത്? ഞാൻ വീണ്ടും വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ താഴ്ത്താൻ സംഗതി വരുത്തുമോ? പാപം ചെയ്തതിനു ശേഷം തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടുത്ത പലരെയും ചൊല്ലി ഖേദിക്കാനും ഇടവരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ ലേഖനം എഴുതാനുണ്ടായ സാഹചര്യം പെട്ടെന്ന് ഓർക്കണം. ഗലാത്യ ലേഖനം 2:10 ഇങ്ങനെ പറയുന്നുണ്ട്, ദരിദ്രരെ ഓർക്കണം എന്ന് മാത്രമാണ് അവരെന്നോട് പറഞ്ഞത്. അതായത് AD 49 ജെറൂസലം സോനോദസിന്റെ ഒരു തീരുമാനമാണ് പൗലോസ് പറയുന്നത്. ദരിദ്രരെ ഓർക്കണം. ഒരുപാട് തീരുമാനങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു തീരുമാനം, എ സോസിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് ഫോർ ദ പുവർ, ഈ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ഈ AD 49 ജെറൂസലം സോനോദസിൽ തീരുമാനിച്ച തീരുമാനങ്ങളിലൊന്ന്. അക്കാലത്ത് ഈ ജെറൂസലമിൽ ഒരു ക്ഷാമം ഉണ്ടാവുകയും അവിടുത്തെ മാതൃസഭ വളരെ പട്ടിണിയിലാവുകയും ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്തു. അങ്ങനെ പൗലോസ് ഗലാത്യ സഭയിൽ നിന്നും അതുപോലെ പുറജാതി സഭകളിൽ നിന്ന്, പുറജാതിക്കാരിൽ നിന്ന് ക്രിസ്ത്യാനികളായ സഭകളിൽ നിന്ന് പണം പിരിച്ചു. ഈ കൊറിന്തോസിലും സഭ പണം പിരിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തു. അത് വലിയ പ്രശ്നമുണ്ടാക്കി. കാരണം മറ്റ് അപ്പസ്തോലന്മാരെല്ലാം തങ്ങളുടെ പ്രസംഗത്തിന്, സുവിശേഷ പ്രസംഗത്തിന് റെമുനറേഷൻ പ്രതിഫലം വാങ്ങിയിരുന്നു. പൗലോസ് വാങ്ങിയിരുന്നില്ല. കൂടാരപ്പണി എടുത്തൊക്കെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫിലിപ്പിയ സഭ സ്ഥിരമായിട്ട് പണം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു പൗലോസിന്. പൗലോസ് ആവശ്യപ്പെട്ടിട്ടല്ല, ഫിലിപ്പിയ സഭ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പണം എത്തിച്ചു കൊടുത്തു. പൗലോസിന് ആവശ്യമുള്ള പണം എത്തിച്ചു കൊടുത്തു. അപ്പോൾ ഒന്നുകിൽ കൂടാരപ്പണി ചെയ്തും അല്ലെങ്കിൽ ഈ ഫിലിപ്പിയ സഭയിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചിട്ടാണ് പൗലോസ് ജീവിച്ചത്. അതുകൊണ്ട് തനിക്ക് വേറെ പണം ആവശ്യമില്ലാത്തതുകൊണ്ട് ആ റെമുനറേഷൻ വാങ്ങിച്ചിരുന്നില്ല. സുവിശേഷ പ്രസംഗത്തിന് വാങ്ങിക്കാൻ അർഹതയുണ്ട്, കാരണം വേല ചെയ്യുന്നതിന് കൂലിക്ക് അർഹനാണെന്ന് കർത്താവ് ഈശോ മിശിഹ തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പൗലോസ് വാങ്ങിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പണം പിരിക്കുന്നു, കൊറിന്തോസിൽ സഭയിൽ നിന്ന് പണം പിരിക്കുന്നു. അപ്പോൾ ഒരു സഭയിലെ ഒരു റിംഗ് ലീഡർ, ഒരു ഗുണ്ട, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പൗലോസിനെതിരെ ഒരു വ്യക്തിപരമായ ആക്ഷേപം ചൊരിഞ്ഞു. എന്താണ്? പൗലോസ് അപ്പസ്തോലനല്ലാത്തത് കൊണ്ടാണ് പ്രതിഫലം വാങ്ങാത്തത്. അപ്പസ്തോലനല്ല, അതുകൊണ്ട് റെമുനറേഷൻ, പ്രതിഫലം വാങ്ങാൻ പറ്റില്ല. പിന്നെ ഇപ്പം എന്തിനാ പണം പിരിക്കുന്നത്? സ്വന്തം കീശ വീർപ്പിക്കാൻ. ഇങ്ങനെയുള്ള ഈ ദുരാരോപണങ്ങൾ പെട്ടെന്ന് കാട്ടുതീ പോലെ പരക്കും. അങ്ങനെ വലിയൊരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പൗലോസ് ഒരു കത്ത് എഴുതി തിമോഥോസിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. ആ കത്ത് അദ്ദേഹം കത്തുമായി ചെന്ന് അവതരിപ്പിച്ചെങ്കിലും ആൾക്കാർ വിശ്വസിച്ചില്ല. പൗലോസ് നേരിട്ട് പോയപ്പോൾ പൗലോസിനെ സിനഗോഗിൻ്റെ ഒരു അംശം, ഒരു കഷ്ണം, ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രീസിൽ പോയപ്പോൾ, കൊറിന്തോസിൽ പോയപ്പോൾ ആ സിനഗോഗിൽ ഒരു കഷ്ണം ബാക്കിയുണ്ട് ഇപ്പോഴും. അത് അവിടുത്തെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിരുന്നു. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നോക്കിയാൽ കിട്ടും. അത് ഞാൻ എൻ്റെ ക്യാപ്ഷനൊക്കെ എഴുതിയിട്ടുണ്ട്. ആ സിനഗോഗിന് മുമ്പിൽ വെച്ചിട്ട് പൗലോസിനെ ഇങ്ങനെ അർദ്ധനഗ്നനാക്കി വലിച്ചടച്ച് പൊതിരെ തല്ലി. സഭയുടെ സ്ഥാപകനാന്ന് ഓർക്കണേ, കൊറിന്തോസിൽ വെച്ച്. അതിനെക്കുറിച്ച് പറയുന്നത്, പൗലോസ് പറയുന്നത്, ഇറ്റ് വാസ് എ പെയിൻഫുൾ വിസിറ്റ്, വളരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു സന്ദർശനമായിരുന്നു അതെന്നാണ് പൗലോസ് പറയണേ. അങ്ങനെ പൗലോസ് തിരിച്ചു വന്നു. പിന്നെ വീണ്ടും ഒരു കത്തെഴുതി അത് തീത്തോസിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. അങ്ങനെയാണ്. അപ്പോൾ ആദ്യം സഭ സ്ഥാപിക്കാൻ വേണ്ടി പോയി.
അവിടെ ഒരു 18 മാസം പാർത്തു ഈ കൊറിന്തോസിൽ സഭ സ്ഥാപിക്കുന്ന സമയത്ത്. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 18:1 മുതൽ 18 വരെ അത് കാണാം നമുക്ക്. രണ്ടാമത്തെ സന്ദർശനമാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ പ്രശ്നം പരിഹരിക്കാൻ, അതായത് എന്തിനാണ് പണം പിരിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയപ്പോൾ അവിടെ ഈ റിംഗ് ലീഡറിന്റെ നേതൃത്വത്തിൽ പൗലോസിനെ പൊതിരെ തല്ലി. അതാണ് രണ്ടാമത്തെ സന്ദർശനം. അപ്പോൾ പൗലോസ് ഈ ലേഖനത്തിന്റെ ഈ 14 വാക്യത്തിൽ ഇന്നത്തെ വായനയുടെ തുടക്കത്തിൽ പറയാണ്, 3-ാം പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നു. കൊറിന്തോസിൽ 18 മാസം താമസിച്ചുകൊണ്ട് സഭ സ്ഥാപിച്ചു. രണ്ടാമത് ഈ പണപ്പിരിവ് എന്തിനാണെന്ന് പറയാൻ വേണ്ടി ചെന്നപ്പോൾ അവർ പൊതിരെ തല്ലി. ഇപ്പം 3-ാം പ്രാവശ്യം പോകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഒരുങ്ങിയിരിക്കുക എന്നാണ് പൗലോസ് പറയണേ. ഈ 2 കൊറിന്തോസ് 2:1 പറയുന്നുണ്ട്, പൗലോസിനെ തല്ലിയ ആ കഥയൊക്കെ പറയുന്നുണ്ട്. വളരെ ഹ്രസ്വവും വേദന നിറഞ്ഞതുമായ ആ സന്ദർശനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശാരീരികമായിട്ട് പൗലോസിനെ ആക്രമിച്ചത് 2 കൊറിന്തോസ് 2:1 പറയുന്നുണ്ടാണ്. 3-ാമതും കൊറിന്തോസിൽ പോകാൻ ആഗ്രഹം പൗലോസ് പ്രകടിപ്പിക്കുകയാണ്. ഈ യാത്ര മുമ്പ് ആസൂത്രണം ചെയ്തതാണ്. എന്നാൽ മനോഭ്യത ഉണ്ടാക്കിയ ആ 2-ാമത്തെ യാത്രയുണ്ടല്ലോ, ആ പശ്ചാത്തലത്തിൽ അടികിട്ടിയ യാത്ര അപ്പോൾ അത് മാറ്റിവെച്ചു. താൻ ഇത്തവണ വന്നാലും സഭയ്ക്ക് ഭാരമായിരിക്കില്ലെന്ന് പൗലോസ് വാക്ക് കൊടുക്കുകയാണ്. ശ്ലൈഹിക ദൗത്യം നിർവഹിക്കുന്നതിന് സാമ്പത്തിക പ്രതിഫലം സ്വീകരിക്കുകയില്ല എന്ന തൻ്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായിരിക്കില്ല. 1 കൊറിന്തോസ് 4:15 അത് പറയുന്നുണ്ട്. കാരണം പൗലോസ് പിതാവും കൊറിന്തോസ് മക്കളുമാണ്. മാതാപിതാക്കൾ മക്കൾക്കായി കരുതി വയ്ക്കുന്നതാണ് സമ്പ്രദായം. അപ്പോൾ പൗലോസ് അപ്പനാണ്, പിതാവാണ്, നിങ്ങളെ ജനിപ്പിച്ചത് ഞാനാന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പിതാവായി ഇല്ലേ, ഗുരുക്കന്മാർ പലരുണ്ടാകാം, പിതാവായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പൗലോസ് പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ പിതാവ്. അപ്പോൾ ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുതെന്ന് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ആ സന്ദർഭത്തിൽ മനസ്സിലാക്കും നമ്മൾ അല്ലേ. ഡോണ്ട് കോൾ എനിവൺ ഫാദർ എന്നാണ്. അപ്പോൾ നമ്മുടെ ഫാദർ എന്ത് വിളിക്കും? സ്വന്തം ഫാദറെ. നമുക്ക് അപ്പൻ, ഡാഡി എന്നുള്ള പല വാക്കുണ്ടെങ്കിലും കർത്താവ് പറഞ്ഞത് ഫാദർ എന്ന് വിളിക്കരുതെന്നല്ലേ. അപ്പോൾ ആരെയും പിതാവ് എന്ന് വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാനാണ് പിതാവുള്ളൂ. അപ്പോൾ ആധ്യാത്മിക പിതാവ് എന്ന അർത്ഥത്തിലാണ്. പിതാവ് എന്ന വാക്കിന് പല അർത്ഥമുണ്ട്. ദൈവപിതാവിൻ്റെ സ്ഥാനത്ത് ഒരാളെയും കാണരുത്, സ്വന്തം അപ്പനെ പോലും കാണരുത്. രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുമ്പോഴും രാഷ്ട്രമാതാവ് എന്ന് വിളിക്കുമ്പോഴൊക്കെ വേറെ അർത്ഥമാണ്. നിങ്ങൾക്ക് ഇല്ലേ, നിങ്ങളുടെ പിതാവ് ഞാനാന്ന് പൗലോസ് പറയുമ്പോൾ ആത്മീയ പിതാവ് എന്നാണ് അർത്ഥം, അല്ലാതെ കൊറിന്തോസാരെ മുഴുവൻ ജനിപ്പിച്ചത് അങ്ങോരാണെന്നല്ല. അപ്പോൾ ഈ ഒരു വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. അത് തിരിച്ചറിയാത്തവരാണ് ഒരു വചനം വെച്ചിട്ട് ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുതെന്നൊക്കെ പറഞ്ഞ് നടക്കണേ. പോട്ടെ, പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് അപ്പനാണ്. അപ്പോൾ പൗലോസ് പിതാവും കൊറിന്തര് മക്കളുമാണ്. അതുകൊണ്ട് ഞാൻ പണം വാങ്ങില്ല എന്നാണ് പൗലോസ് പറയണേ. മാതാപിതാക്കൾ